നിങ്ങളുടെ പാപങ്ങളെല്ലാം ഡിലീറ്റ് ആയി പോകുന്ന, പാപങ്ങളെല്ലാം മാപ്പ് ചെയ്യപ്പെടുന്ന, നിങ്ങളുടെ ആഖിറത്തിലെ പദവികൾ ഉയർത്തപ്പെടുന്ന ഒരു നന്മ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സ്വഹാബ? അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, നിങ്ങളുടെ പദവികൾ ഉയരാൻ ആഖിറത്തിൽ നിങ്ങൾ എത്തുമ്പോ നിങ്ങൾ തന്നെ അന്താളിച്ചു പോകും, അത്ഭുതപ്പെട്ടു പോകും. പടച്ചവനെ, എനിക്കുള്ള ഭവനമാണോ ഇത്? എനിക്കുള്ള കൊട്ടാരമാണോ ഇത്? ഞാൻ ഇവിടെ താമസിക്കാൻ യോഗ്യനാണോ? അതിനുള്ള ഒരു അമലും ഞാൻ നാട്ടിൽ ചെയ്തിട്ടില്ലല്ലോ റബ്ബേ എന്ന് നാളെ ആഖിറത്തിൽ മനുഷ്യൻ പോകുമ്പോൾ അത്ഭുതപ്പെടുന്ന അത്രത്തോളം പദവികൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ചെറിയ കാര്യങ്ങൾ സഹാബ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ എന്ന് അല്ലാഹു ചോദിച്ചാൽ അതിലൂടെ നിങ്ങളുടെ പദവികൾ ഉയരും, നിങ്ങൾ സ്വർഗ്ഗത്തിൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാം. നിങ്ങളുടെ പാപങ്ങളെല്ലാം ഡിലീറ്റ് ആവും, ക്ലിയർ ചാറ്റ്. അന്നത്തെ ഒരു ദിവസം നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങൾ അല്ലാഹു തആല മാപ്പ് ചെയ്യും. എന്താണ് കാരണം? അലോ ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയെ, പഠിപ്പിച്ചു തന്നാലും നബിയെ, ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വലിയ വലിയ ജോലിയല്ല നമ്മുടെ മേൽ ഏൽപ്പിച്ചത്. ചെറിയ ചെറിയ പണികൾ കൊണ്ട് സ്വർഗത്തിന്റെ ഉന്നതമായ സോപാനത്തിൽ എത്തിപ്പെടാനുള്ള വഴികളാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അതിലൊന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വാക്കാണ് ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹി. നമുക്ക് എത്രത്തോളം വെറുപ്പുണ്ടായാലും ഒളുവെടുക്കണേ, 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 ഒളുവെടുക്കണേ. വീട്ടിൽ വെച്ച് നിങ്ങൾ ഒളുവെടുക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ. പള്ളിയിൽ പോയിട്ടല്ല നിങ്ങൾ ഒളുവെടുക്കേണ്ടത്. നിങ്ങൾ ബാങ്ക് വിളി കേൾക്കുമ്പോൾ വീട്ടിൽ വെച്ച് തന്നെ ഒളുവെടുത്ത് സുന്നത്ത് നമസ്കരിക്കണേ. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് അലൽ മകാരിഹി. നിങ്ങൾക്ക് രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുമ്പോൾ വലിയ തണുപ്പാണ്, തണുപ്പ് കൊണ്ട് ഒളുവെടുക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒളുവെടുക്കാനുള്ള വിസമ്മതവും വൈമനസ്യവും കൊണ്ട് ഒളുവിനോടൊരു താല്പര്യമില്ലാതെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് ആ സമയത്ത് നിങ്ങൾ ഒളുവെടുക്കണേ. ഒളുവെടുക്കുന്നതിനോട് നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഒളുവെടുക്കാൻ തയ്യാറാകണേ. ആ ഒളുവോടുകൂടി തന്നെ നിങ്ങൾ വീട്ടുകളിൽ നിന്ന് മസ്ജിദിലേക്ക് നിങ്ങൾ പാദങ്ങൾ അടുപ്പിച്ചു വെച്ചുകൊണ്ട് ചവിട്ടി ചവിട്ടി മെല്ലെ മെല്ലെ മസ്ജിദിലേക്ക് നടന്നു വരണേ. വീട്ടിൽ നിന്ന് ഒളുവെടുത്തിട്ട് മസ്ജിദിലേക്ക് നടന്നു വരണം, മെല്ലെ മെല്ലെ നടന്നു വരണം. പാദങ്ങളൊക്കെ അടുത്തടുക്ക ചടിച്ചോട്ട് കൂലി കൂടാനാണ്. ഒരുപാട് നടക്കണമെന്നാണ് പറഞ്ഞത്, ഒരുപാട് നടക്കണം. അപ്പൊ നമുക്ക് കൊളസ്ട്രോളും കുറയും, പദവികളും അവിടെ കൂടും. രണ്ട് കാര്യമായില്ല. ഡോക്ടർമാർ രാവിലെ നടക്കാൻ നമ്മളോട് പറയുമ്പോൾ നമ്മൾ രാവിലെ ഭയങ്കര ഇഖാമത്ത് കൊടുത്ത് പള്ളിയിൽ കല്ലിവല്ലി പള്ളി കയറുമ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കിലോമീറ്റർ നടക്കാതെ ഇനി ആര് വിളിച്ചാലും മലക്കുൽ മൗത്ത് വിളിച്ചാലും പോകാൻ പാടില്ല. അങ്ങനെ കൈയടിച്ച് ഇങ്ങനെ കൈയടിച്ച് എന്താ ഓട്ടം ഓടുന്ന? പള്ളിയുടെ ഫ്രണ്ടിലൂടെ നിങ്ങൾ പോകുന്നവരാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് ഒളുവെടുത്തിട്ട് നിങ്ങൾ മെല്ലെ മെല്ലെ നടന്ന് മസ്ജിദിലേക്ക് പോകാൻ ലോകത്തിന്റെ മുത്താണ് പഠിപ്പിച്ചത്. മസ്ജിദിലേക്ക് നിങ്ങൾ മെല്ലെ മെല്ലെ നടന്നു പോകണേ, ഒളുവോടുകൂടി നടന്നു പോകണേ. മൂന്നാമത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു നിങ്ങൾ ആ മസ്ജിദിലേക്ക് കയറിയാൽ ഒരു നമസ്കാരം കഴിഞ്ഞാൽ അടുത്ത നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണേ. മസ്ജിദിലേക്ക് പോയി തഹിയ്യത്തുൽ മസ്ജിദ് നമസ്കരിച്ച് അല്ലെങ്കിൽ ആ ഫർളിന്റെ സുന്നത്ത് നിർവഹിച്ചിട്ട് നിങ്ങൾ ആ അടുത്ത ഫർളിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണേ. ആ ഇടയ്ക്കുള്ള സമയം ദുആയ്ക്ക് ഇജാബത്തുള്ള സമയമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു ഈ 3 സന്ദർഭങ്ങളും ഫദാലികുമുർ റിബാത്ത്, ഫദാലികുമുർ റിബാത്ത്, ഫദാലികുമുർ റിബാത്ത്. ഏറ്റവും വലിയ പദവി കിട്ടുന്നതും ഏറ്റവും വലിയ കൂലി ലഭിക്കുന്നതുമായ നന്മയുടെ ഉറവിടമാണ്, നന്മയുടെ നിലവിളമാണ്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും വലിയ പദവികൾ ഉയർച്ചയിൽ ലഭിക്കാനും പാപങ്ങൾ പൊറുക്കപ്പെടാനും അത് കാരണമാകുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഈ 3 കാര്യം എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ആര് ചെയ്യാൻ? ഒളുവെടുക്കണം, എപ്പോഴും ഒളുവെടുക്കണം. ഏത് സമയത്ത്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒളുവെടുത്ത് ഉറങ്ങണേ, ഒളുവെടുത്ത് കിടക്കണേ.
ആ ഉളവിൽ നിങ്ങളുടെ ഭാര്യയെ സ്പർശിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, ഉളവ് മുറിയുമെന്ന് ഭയപ്പെടേണ്ടതില്ല. ഭാര്യയെ സ്പർശിക്കാൻ പറഞ്ഞ വെറുതെ ഉള്ള തുടക്കം, അല്ലാത്ത ഒറിജിനൽ സ്പർശനല്ല. അതിൽ ഉളവ് മുറിയും കുളിയും വാജിബോ, അത് വിഷയം. അതല്ലാതെ കണ്ട് ഇപ്പൊ ഉളവെടുത്തിട്ട് കിടക്കുമ്പോ ഭാര്യ ഒന്ന് തൊട്ടു, അങ്ങനെ തൊട്ടു, അത് പ്രശ്നമില്ല. രാത്രിയത്ത് നിങ്ങളുടെ ആ ഉറക്കം അത് ഉളവോടുകൂടി തന്നെ നിങ്ങൾ അങ്ങനെ കിടന്നോളി, പ്രശ്നമില്ല എന്നാണ്. അതാണ് റസൂൽ ഞങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും വലിയ വഴിയാണ് ഈ ഉളവെടുക്കുക എന്നുള്ളത്. ഉളവെടുത്തുകൊണ്ട് നടക്കുക. റസൂലുള്ളാഹി തങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞ് പരിശുദ്ധമായ മിമ്പറിന്റെ വലതു ഭാഗത്തിരുന്നു കൊണ്ട് സഹാബാക്കളെ നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ബിലാൽ എവിടെ, ബിലാൽ എവിടെ? ബിലാൽ റളിയല്ലാഹു അൻഹു മുന്നിലോട്ട് കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ബിലാലേ എന്ത് പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് ബിലാലേ? ഞാൻ ഇന്നലെ സ്വപ്നം കാണുകയുണ്ടായി, എന്റെ പിറകിലാണ് നിന്റെ ഓരോ കാലിൽ പാദവും വെച്ച് ചുവട് പിടിച്ച് എന്റെ പിന്നാലെ നീ സ്വർഗത്തിൽ സഞ്ചരിക്കുന്നത് ഞാൻ കണ്ടുപോയി ബിലാല്. അതിനുള്ള കാരണം എന്തേ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ബിലാലിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്കൊരമലുമില്ല, ഞാനൊരു പാപിയാണ്, എന്റെ കയ്യിൽ ഒരു നന്മകളുമില്ല നബിയേ, പിന്നെ ഞാൻ ഏത് സമയത്തും ഒളിവിലാണ് നടക്കുന്നത് ഹബീബേ. എപ്പോൾ എന്റെ ഒളിവ് മുറിഞ്ഞാലും ഞാൻ ഒളിവെടുത്തതിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാത്ത ഒരു സന്ദർഭവുമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിലാൽ അത് തന്നെയാണ് നീ എന്നോടൊപ്പം നാളെ സ്വർഗത്തിൽ അധിവസിക്കാനുണ്ടായ കാരണം. വല്ല ചെലവുണ്ടോ? GST അടയ്ക്കണോ? ടാക്സ് അടയ്ക്കണോ? വലിയ ഭാരം എടുത്ത് തലയിൽ വെക്കണോ? ഒരു ഒതു എടുത്തിട്ട് ചുമ്മാ നടന്നാല്? വണ്ടി ഓടിച്ചിട്ട് പോകുമ്പോ നമ്മൾ പറയും, ഇവിടെ നമ്മൾ കോഴിക്കോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ കണ്ണൂരേക്ക് പോകുന്നു, മംഗലാപുരത്തേക്ക് പോകുന്നു, നമ്മൾ പറയും പള്ളി കാണുമ്പോ വണ്ടി നിർത്തണ എന്താ മൂത്രമൊഴിക്കാൻ. പള്ളി മൂത്രമൊഴിക്കുള്ളതാ അല്ല, അങ്ങനെ നമ്മൾ പറയുന്നത്, നമ്മള് സാധാരണ അങ്ങനല്ലേ പറയുന്നത്, മൂത്രമൊഴിക്കണം, വണ്ടി നിർത്തണം, പള്ളി കാണുമ്പോ നിർത്തണം, മൂത്രമൊഴിക്കാനാണ്. മൂത്രം ഒഴിച്ചിട്ട് അതേപോലെ കയറി വരും. എന്നാൽ മൂത്രം ഒഴിച്ചിട്ട് അവിടെ ഒതുകൊടുക്കാനുള്ള സൗകര്യം ഉണ്ട്, ഒതുകൊടുക്കൂല. നിസ്കരിക്കാനുള്ള വെളിയിൽ പള്ളിയുണ്ട്, അകത്തേക്ക് പള്ളിയുണ്ട്, പുറം പള്ളിയൊക്കെ ഉണ്ടല്ലോ. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചൂടെ? നിങ്ങൾ പോകുന്ന യാത്രയിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇറങ്ങിയാൽ ഒളിവെടുത്ത് 2 റക്അത്ത് ആ മണ്ണിൽ, ആ മസ്ജിദിൽ നിങ്ങൾ നിസ്കരിച്ചാൽ ആ മണ്ണ് നിങ്ങൾക്ക് വേണ്ടി നാളെ സാക്ഷി നിൽക്കുമെന്ന് നബി റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? നമ്മളിപ്പോ മംഗലാപുരത്ത് പോയിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു, കണ്ണൂര് പോയി 2 റക്അത്ത് നമസ്കരിച്ചു, പുത്തൂര് പോയി 2 റക്അത്ത് നമസ്കരിച്ചു, ഉടുപ്പിയിൽ പോയി 2 റക്അത്ത് നമ്മൾ നമസ്കരിച്ചു. നമസ്കാരത്തിന്റെ സമയമായി, ഫർളാകട്ടെ സുന്നത്താകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാമിൻ അബ്ദിൻ യുസല്ലി ഫീ ബുഖഅത്തിൻ മിൻ ബുഖാഇൽ അർളി ഇല്ലാ ശഹിദത ലഹു യൗമൽ ഖിയാമ കമാ ഖാല അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ ദാസന്മാരിൽ ആരെങ്കിലും ഈ ഭൂമുഖത്ത് എവിടെ പോയി 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുന്നുവോ അവൻ മരണപ്പെട്ടാൽ നാളെ ആഖിറത്തുൽ മഹ്ശറ മൈതാനിൽ ഈ മനുഷ്യനെ ഹാജരാക്കപ്പെടുമ്പോ ഈ സ്ഥലം ഇവന് വേണ്ടി ഷഹാദത്ത് വരിക്കുമെന്ന്, ഇവന് വേണ്ടി ഷഹാദത്ത് നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സാക്ഷ്യം വഹിക്കും. അല്ലാഹുവേ, ഈ മനുഷ്യൻ എന്റെ മുഖത്ത് 2 റക്അത്ത് നിസ്കരിച്ചവനാണ്, എന്റെ മുകളിൽ 2 റക്അത്ത് നമസ്കരിച്ചവനാണ്. ഓരോ പള്ളിയും ഓരോ സ്ഥലവും പറയുമത്രേ, ഓരോ മസ്ജിദും പറയുമത്രേ. ആർക്ക് വേണ്ടി നമസ്കരിച്ചോ, ഏത് സ്ഥലത്ത് വേണ്ടി നമസ്കരിച്ചോ ആ സ്ഥലം അവർക്ക് വേണ്ടി നാളെ ശഫാഅത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിസ്കരിച്ചൂടെ? 2 റക്അത്ത് പോകുന്ന വഴിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമല്ലേ? രാത്രി ഒളിവെടുത്ത് കിടന്നുകൂടെ? സഞ്ചരിക്കുമ്പോൾ ഒളിവെടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഒളിവിൽ യാത്ര ചെയ്താൽ ആ ഒളിവിലും ആ യാത്രയിൽ വലിയ ബർക്കത്താണ്. ഒളിവെടുത്തിട്ട് യാത്ര ചെയ്യണം, അതിന് വലിയ ബർക്കത്താണ്. ഒരുപക്ഷെ അപകടത്തിൽ മരണപ്പെട്ടാലും അഊദുബില്ലാഹ് കാത്തിരക്ഷിക്കട്ടെ, ഒളിവോടുകൂടി മരിക്കാനൊരു ഭാഗ്യമാണ്. മനസ്സിലായില്ലേ? ഒളിവോടുകൂടി മരിക്കാൻ ഒരു ഭാഗ്യമാണ്. അതുകൊണ്ട് ഒളിവെടുത്ത് സ്ഥിരമായിട്ട് നടക്കുന്നവർക്കും ഉറങ്ങുന്നവർക്കും എന്ത് കിട്ടും? നബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കാൻ ഒരു അവസരം. ഇൻഷാ അല്ലാഹ് എല്ലാരും ചെയ്യൂലേ? ഓക്കെ അല്ലേ? അല്ല, ചുമ്മാ ബാഗ് കേട്ടിട്ട് നിങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. നടന്നു പോകാൻ പറ്റുമെങ്കിൽ രാവിലെ പള്ളിയിലേക്ക് നടന്നു പോകും, ഇതൊരു വലിയ ഹൈറാണ്. നടന്നു പോകാൻ പറ്റുമെങ്കിൽ നടത്തയായി അല്ല, എല്ലാം ഖിയാമത്ത് നാളിൽ വണ്ടിയിൽ പള്ളികളിൽ വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, എന്റെ വിഷയം അതല്ല, എന്റെ വിഷയം കുടുംബ ബന്ധമാണ്. കുടുംബ ബന്ധം എന്നാണ് ഇന്നത്തെ വിഷയം. നോട്ടീസ് ഒന്നും കണ്ടില്ല, അല്ലാഹു അലം.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, എന്നാലും ഞാൻ ആമുഖമായിട്ട് നമ്മുടെ ഈ നാട്ടിൽ ഒരു വലിയൊരു സംരംഭം നടക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഇത്ര വളരെ വിശാലമായ നിലയിൽ ഇവർ ഈ സംവിധാനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാരെ സഹകരിക്കണം. കാസർഗോഡിന്റെ മണ്ണ് ഇൽമിന്റെ മണ്ണാണ്, ഉലമാക്കളുടെ മണ്ണാണ്, സൂഫി വര്യന്മാർ, മഹാന്മാർ, സാലിഹീങ്ങൾ, ആരിഫീങ്ങളൊക്കെ ഉറങ്ങുന്ന മണ്ണാണ്, ജീവിച്ചിരിക്കുന്ന മണ്ണാണ്. അവിടെ എപ്പോഴും ഈ ദീനിന്റെ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. ഇൽമുകൾ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം, അത് പ്രചരിപ്പിക്കണം. അതുകൊണ്ട് നമ്മുടെ ഈ ശോചനീയമായ അവസ്ഥകളൊക്കെ പരിഹരിച്ചിട്ട് എല്ലാവരും ഇവിടേക്ക് വന്ന് ഒരുമിച്ച് കൂടിയിരുന്ന് ഇൽമു കേൾക്കണം. അത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് അതൊരു കാരണമാകും. അള്ളാഹുവിന്റെ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉഷാറായിട്ട് ആമീൻ പറയും. ബഹുമാനമുള്ള സഹോദരങ്ങളെ, കുടുംബ ബന്ധങ്ങൾ തകർന്നടിയുന്ന ഒരു കാലഘട്ടമാണ് ഇന്നത്തെ ഈ കാലഘട്ടം. മുസ്ലിം സമുദായത്തിനിടയിലെ വിള്ളലും വിഭാഗീയതയും നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? പരസ്പരം ഒരു സ്നേഹമില്ലാത്ത ഒരു സ്വഭാവം നമ്മുടെ മുസ്ലിങ്ങൾക്കിടയിൽ. അതെന്താണെന്നറിയില്ല, അത് ഖിയാമത്ത് നാൾ വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അത് മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. മൊയ്ലിയാർക്ക് മൊയ്ലിയാരെ കണ്ടുകൂടാ, ഡോക്ടറിന് ഡോക്ടറിനെ കണ്ടുകൂടാ, എഞ്ചിനീയർക്ക് എഞ്ചിനീയറിനെ കണ്ടുകൂടാ, മുത്താലിമിക്ക് മുത്താലിമിനെ കണ്ടുകൂടാ, കമ്മിറ്റിക്കാർക്ക് കമ്മിറ്റിക്കാരെ കണ്ടുകൂടാ. ഒരു കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ കമ്മിറ്റിയിൽ 12 പേരുണ്ടെങ്കിൽ 7 പേര് ഒരു ഗ്രൂപ്പ്, ബാക്കിയുള്ളവർ മറ്റൊരു ഗ്രൂപ്പ്. 5 പേരുണ്ടെങ്കിൽ അതിൽ വേറൊരു ഗ്രൂപ്പ്, മറ്റൊരു വേറൊരു ഗ്രൂപ്പ്. എവിടെയും ഭിന്നിപ്പ് തന്നെയാണ്. ഒരേ മഹല്ല്, ഒരേ ഇമാമ്, ഒരേ മുഅദ്ദിന്, ഒരേ ബാങ്ക്, ഒരേ ഇഖാമത്ത്, എല്ലാം സംഭവം ശരി തന്നെയാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ മഹല്ലുകളിലും ഒക്കെ പ്രശ്നങ്ങളാണ്. കണ്ടാലും മിണ്ടൂല, ഒരു സലാം പറയൂല. എന്ത് സ്വഭാവമാണ് ഈ മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഏത് പാർട്ടി ആകട്ടെ, ഏത് ഗ്രൂപ്പ് ആകട്ടെ, സലാം പറയരുത് എന്ന് പഠിപ്പിക്കാൻ നമുക്കെന്ത് അവകാശം? നമ്മള് മുസ്ലിമീങ്ങൾ. പിന്നെ എന്ത് ഇസ്ലാം? ഈ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ സലാം സിൽമിൽ നിന്ന് വളർന്നു വന്നതല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. എന്താ അതിന്റെ അർത്ഥം തന്നെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നല്ലപോലെ ചിന്തിക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. إذ قال له ربه أسلم قال أسلمت لرب العالمين إذ قال له ربه أسلم قال أسلمت لرب العالمين. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിമേ നീ മുസ്ലിമാക്. അല്ലാഹുവിലേക്ക് വഴിപ്പെടാൻ അർത്ഥം. ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവേ, നിന്റെ മുന്നിൽ ഞാൻ ഇതാ വഴിപ്പെടുകയാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ فلن يقبل منه وهو في الآخرة من الخاسرين. പരിശുദ്ധമായ ഇസ്ലാം അല്ലാത്ത മതത്തെ ആര് അംഗീകരിക്കുന്നുവോ സ്വീകരിക്കുന്നുവോ അവർ നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അവരുടെ കർമ്മങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയില്ല. അവർ തീരാ നഷ്ടത്തിലാണ്, അവർ ദുഃഖത്തിലാണ്, അവർ വേദനയിലായിരിക്കും അത്രേ. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. അല്ലാഹുവേ, ഞങ്ങളെ നീ മുസ്ലിമാക്കണേ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ മുസ്ലിമാക്കണേ റബ്ബേ. 5000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് വെച്ച് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളെ മുസ്ലിമാക്കി മാറ്റണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുവെങ്കിൽ ഇന്ന് നമ്മൾ വജ്ജഹത്ത് ഓതുമ്പോൾ എല്ലാവരും, എല്ലാ മുസ്ലിം സഹോദരങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ പുതുക്കുന്നത് ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്,
ഞാൻ മുസ്ലിമാണെന്ന് അള്ളാന്റെ അടുക്കൽ വജ്ജത്ത് ഓതിട്ട് ഇറങ്ങി വന്നിട്ട് അസ്സലാമു അലൈക്കും പറഞ്ഞ ഇതല്ലേ അപ്പൊ അള്ളാഹയോട് കാണിക്കുന്ന വഞ്ചനയല്ലേ? കൈ കെട്ടിയിട്ട് ഹനീഫം മുസ്ലിമ, ഒറിജിനൽ മുസ്ലിം എന്നാ പറഞ്ഞത്. ഹനീഫം മുസ്ലിമ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത ഋജുമാനസീകനായ ഒറിജിനൽ 24 ക്യാരറ്റ് 22 അല്ല, ചെമ്പില്ലാത്ത സ്വർണം, മൊത്ത സ്വർണം, പൊന്ന്. ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി മഹല്ലത്തിൽ നിന്ന് ഇറങ്ങി വരും. അടിയായി, വഴക്കായി, ചൊടിയായി, തെറിയായി, അസഭ്യമായി മസ്ജിദിന്റെ മുന്നില്, മദ്രസയുടെ മുന്നില്, കുടുംബത്തില്, തറവാട്ടിന്റെ മുന്നില്, മയ്യത്ത് വീട്ടില്, കല്യാണ വീട്ടില്. നമ്മളൊക്കെ മുസ്ലിങ്ങൾ അല്ലേ? എന്നിട്ട് അള്ളാഹുവോട് പറഞ്ഞ വാക്കൊന്നും നീ പ്രവർത്തിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ മുസ്ലിമുകളെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടക്കം നമ്മളോട് ദുആ ചെയ്ത് നമ്മളെയൊക്കെ മുസ്ലിമാക്കണേ മുസ്ലിമാക്കണേ ദുആ ചെയ്തു. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്കെന്താ? വത്തബിഊ മില്ലത ഇബ്രാഹീമ ഹനീഫാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റണേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അത്തഹിയാത്ത് ഓതുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത്. ആ സ്വലാത്തിന്റെ മാധുര്യമാണ് അല്ലാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ളത്. അവിടുത്തെ കുടുംബത്തിന് വേണ്ടി, ഇബ്രാഹിം നബിയുടെ കുടുംബത്തിന് വേണ്ടി, നബിതങ്ങൾക്ക് വേണ്ടി, നബിതങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഏറ്റവും വലിയ സലാത്താണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലേക്ക് സഹാബത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, അങ്ങേ ഏറ്റവും കൂടുതൽ ഞാൻ അങ്ങയെ ഇഷ്ടപ്പെടുകയാണ്, അങ്ങയെ സ്നേഹിക്കുകയാണ്. അങ്ങയുമായുള്ള ബന്ധം തകർന്നു പോകാതിരിക്കാൻ, അത് നിലച്ചു പോകാതിരിക്കാൻ, എപ്പോഴും സദാ അങ്ങയെ കുറിച്ച് സ്മരിക്കാൻ ഒരു ദിക്ർ പറഞ്ഞു തരുമോ നബിയേ? ഒരു സലാത്ത് ചൊല്ലി തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സലാത്ത് ഇബ്രാഹിമി നീ ചൊല്ലിക്കോ. അതിൽ എന്നെ കുറിച്ചുണ്ട്, എന്റെ കുടുംബത്തെ കുറിച്ചുണ്ട്, ഇബ്രാഹിം നബിയെ കുറിച്ചുണ്ട്, അവിടുത്തെ കുടുംബത്തെ കുറിച്ചുണ്ട്. ആ ആലിന് പോലും, ആ പ്രവാചകന്മാരുടെ കുടുംബ പരമ്പരയ്ക്ക് പോലും നമ്മൾ സദാ സലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റബ്ബിനോട് നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ്. ശേഷം ആ പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോ തന്റെ സഹോദരനെ കണ്ടാൽ കാർക്കിച്ച് തുപ്പുകയാണ്, മുതുക് തിരിഞ്ഞു പോവുകയാണ്, പുറം തിരിഞ്ഞു പോവുകയാണ്. ഒന്ന് പുഞ്ചിരിക്കുന്നില്ല, ഒരു സലാം പറയുന്നില്ല, കൈ കൊടുക്കുന്നില്ല, ഒന്ന് ആലിംഗനം ചെയ്ത് കെട്ടിപ്പിടിക്കുന്നില്ല, ആ നെറ്റിത്തടത്തിലോ ആ കവിളിലോ ഒരു ചുംബനം നൽകുന്നില്ല. അത്രത്തോളം കടുപ്പമേറിയ മനസ്സിന്റെ ഉടമയായി ഈ മനുഷ്യൻ അതപ്പതിച്ചു പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കുടുംബ ബന്ധമെന്തെന്ന് ലോകത്തോട് പഠിപ്പിച്ച പ്രവാചകന്റെ വചസ്സുകൾ നമുക്ക് അനിവാര്യമായി മാറുന്നത്. ശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും പ്രമേയം ഇത് തന്നെയാണ്. തമ്മിലടിക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾ, ഭിന്നിക്കേണ്ടവരല്ല മുസ്ലിമീങ്ങൾ, ഛിന്ന ഭിന്നമാകേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. ലോകത്തെ 55 രാഷ്ട്രങ്ങൾ മുസൽമാന്റെ കൈകളിലാണ്. പക്ഷേ ഇന്ന് മുസൽമാൻ പാശ്ചാത്യ ലോബികളുടെ പിന്നിൽ അടിയറവ് വെച്ചുകൊണ്ട് അവരുടെ മുന്നിൽ നമ്മൾ ശിരസ്കരായി, അവരുടെ മുന്നിൽ ഭവ്യതയോടെ എളിമയോടെ കഴിയേണ്ട ഗതികേട് വരാനുള്ള കാരണം മുസ്ലിം ലോകമേ, നിങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പാണ്, വിഭാഗീയതയാണ്. അതാണ് നമ്മൾ ഉയർച്ചയില്ലാതെ തകർച്ചയിലേക്ക് പോകുന്നത്. നമുക്കൊരൈക്യമില്ലാതെ, രക്ഷയില്ലാതെ, ആരും നമ്മളെ സഹായിക്കാതെ പോകുന്നത്. 10 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 10 അഭിപ്രായക്കാരനാണ്. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനെ എങ്ങനെയാണ് ഒരൊറ്റ ചരടിലെ മക്കളെ പോലെ അല്ലാഹുവിന്റെ റസൂൽ വാർത്തെടുത്തില്ലേ? അവിടെ വിഭാഗീയതയില്ല, അവിടെ അവിടെ വിഭാഗീയതയോ വിഭിന്നമായ അഭിപ്രായങ്ങളോ ഛിന്ന ഭിന്നമായ സംസ്കാരങ്ങളോ ഇല്ല. എല്ലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അതേ നിഴലിലൂടെ സഞ്ചരിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ നബിതങ്ങൾ പഠിപ്പിച്ച വഴികളിലൂടെ നാമും സഞ്ചരിക്കണമെന്ന് പറയുമ്പോ നമ്മൾ 10 പേര് 10 അഭിപ്രായക്കാരായി മാറുകയല്ലേ? എവിടെയാണ് ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുക? എവിടെയാണ് നമസ്കാരത്തിന് ഒരു കോൺസെൻട്രേഷൻ കിട്ടുക? എവിടെയാണ് നമസ്കാരത്തിന് ഒരു സന്തോഷം, ഒരു സമാധാനം? എത്ര ദുആ ചെയ്തിട്ടും ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്നില്ല. എത്ര നമസ്കരിച്ചിട്ടും നമസ്കാരത്തിന് റാഹത്ത് കിട്ടുന്നില്ല. കുടുംബത്തിലെ പ്രശ്നമാണ്, മഹല്ലത്തിലെ പ്രശ്നമാണ്, മദ്രസകളിലെ പ്രശ്നമാണ്. എന്തേ കാരണം? എന്തേ കാരണം? എങ്ങും പോകേണ്ടതില്ല, കള്ളൻ കപ്പലിൽ തന്നെയുണ്ട്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു മസ്ജിദുൻ നബവിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്വഹാബാക്കളോട് ഇതേപോലെ മതപ്രഭാഷണം നടത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അഹ്റജു അലാ കുല്ലി ഖാത്തിഅൻ ഇല്ലാ ഖാമ മിൻ
മിൻ ഇന്ദിനാ. ഈ സദസ്സിലിരിക്കുന്നവരിൽ ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? പരസ്പരം കണ്ടാലും മിണ്ടാത്തവരുണ്ടോ? പരസ്പരം കണ്ടാൽ കൈ കൊടുക്കാത്തവരും സലാം പറയാത്തവരുമുണ്ടോ? ദിവസങ്ങളായി, മാസങ്ങളായി, വർഷങ്ങളായി ഒരു സത്യവിശ്വാസിയെ കണ്ടാലും മുതുകു തിരിഞ്ഞു പോകുന്നവരുണ്ടോ? പുറം തിരിഞ്ഞു പോകുന്നവരുണ്ടോ? ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ. ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ. ആരാണ് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവാണ്. ഈ വിനീതൻ ഇപ്പോൾ സൗദിയിൽ പോയപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ നാട്ടിൽ പോയി അവിടുത്തെ വീട് കാണാൻ പോയി. ഇന്നും ആ പഴയ പഴമയോടുകൂടിയുള്ള ആ മഹനീയമായ ആ കൊച്ചു കൊട്ടാരവും കാണാൻ എന്ത് രസമാണ്, എന്ത് മനോഹാരിതയാണ്, എന്ത് ചേതോഹാരിതയാണ്. ഒരു ഗ്രാമത്തിന്റെ ഉള്ളിലാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വീട്. എപ്പോഴും പൂച്ചക്കുട്ടികളെ വെച്ച് താലോലിക്കുമായിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിരക്കണക്കിന് ഹദീസുകളാണ് ലോകത്തിന്റെ മുന്നിലേക്ക് പഠിപ്പിച്ചു തന്നത്. അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞത്, അഹ്റജു അലാ കുല്ലി ഖാതിഇ റഹ്മിൻ ഇല്ലാ ഖാമ മിൻ ഇന്ദിനാ. എന്റെ സദസ്സിലിരിക്കുന്നവരിൽ ആരെങ്കിലും അബൂബക്കർ പ്രഭാഷണം നടത്തുന്ന കല്ലിങ്കൽ അറൂസിന്റെ പരിപാടിയിൽ ഈ ഇരിക്കുന്ന സഹോദരിമാരെ, സഹോദരങ്ങളെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദുൻ നബവിയിൽ വെച്ച് പറഞ്ഞതുപോലെ ഈ വിനീതനും നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്, തട്ടിക്കളയരുതേ, നിരാശപ്പെടുത്തരുതേ, നിസാരപ്പെടുത്തരുതേ. കുടുംബ ബന്ധങ്ങൾ മുറിച്ചവരുണ്ടെങ്കിൽ, പരസ്പരം കണ്ടാലും മിണ്ടാത്തവരുണ്ടെങ്കിൽ, സലാം പറയാത്തവരുണ്ടെങ്കിൽ, മുഖം ചുളിച്ച് പിന്തിരിഞ്ഞു പോകുന്നവരുണ്ടെങ്കിൽ, ഇല്ലാ ഖാമ മിൻ ഇന്ദിനാ, നമ്മുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകണേ എന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞപ്പോ, ഫലം യഖും അഹദുൻ ഇല്ലാ ശാബും മിൻ അഖ്സൽ ഹൽഖാ. ആരും ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയില്ല. ഒരേ ഒരു ചെറുപ്പക്കാരൻ ഒഴികെ ആ സദസ്സിന്റെ അങ്ങേയറ്റത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് എഴുന്നേറ്റ് പോയത്. ഏറ്റവും വലിയ കുറ്റക്കാരനാകും അവൻ, നരകത്തിന്റെ അടിമയാകും, സ്വർഗപ്രവേശനം അവന് നിഷിദ്ധമാകും. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചവൻ ഈ സദസ്സിൽ ഇരിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ മാത്രയിൽ അല്ലാഹുവിനെ പേടിച്ചിട്ട്, നരകത്തെ പേടിച്ചിട്ട്, ആഖിറത്തെ പേടിച്ചിട്ട്, സ്വർഗം നഷ്ടമാകുമെന്ന ഭീതിയാൽ ആ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് പോവുകയാണ്. ഇലാ അമ്മത്തിഹി, തന്റെ പിതാവിന്റെ സഹോദരിയുമായി അദ്ദേഹം വർഷങ്ങളായി സംസാരമില്ല. വർഷങ്ങളായി അദ്ദേഹം തന്റെ പിതാവിന്റെ സഹോദരിയെ കണ്ടാലും മിണ്ടൂല. മുന്ദു സിനീന ഇന്നഹു കാന സാറ മഹാ മുന്ദു സിനീൻ. വർഷങ്ങളായി തന്റെ പിതാവിന്റെ സഹോദരിയെ കണ്ടാലും മിണ്ടൂല, സംസാരിക്കൂല, സലാം പറയൂല, അവരുടെ പുറയിൽ പോവുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നരകത്തിൽ പോകും, നിങ്ങൾ മിണ്ടാത്തവരുണ്ടെങ്കിൽ നരകത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോ ആ സഹോദരന്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്, പേടിക്കുകയാണ്, അത്ഭുതപ്പെടുകയാണ്. സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അനുചരനാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ എല്ലാമായ അബൂ ഹുറൈറയാണ് ഈ പറയുന്നത്. ഇത് മസ്ജിദുൻ നബവിയിൽ വെച്ചാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ ഖൽബ് കത്തുകയാണ്, എന്റെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നത്, വർഷങ്ങളായി എന്റെ ഉപ്പാന്റെ സഹോദരിയുമായി ഞാൻ മിണ്ടാട്ടമില്ല, സംസാരമില്ല. വർഷങ്ങളായി പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. തന്റെ സഹോദരി, തന്റെ ഉപ്പാന്റെ സഹോദരിയുടെ അരികിലേക്ക് പോയിട്ട് പൊരുത്തം വാങ്ങുകയാണ്, സലാം പറയുകയാണ്, കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് കരയുകയാണ്. ഉടനെ ആ മാതാവ് ചോദിക്കുകയാണ്, മാലക യബ്ന അഖീ, എന്റെ സഹോദരന്റെ മകനെ, നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ടാണ് വർഷങ്ങളായി എന്നെ കണ്ടിട്ട് മിണ്ടാത്ത നിനക്ക് ഇപ്പോഴിങ്ങനെ മനസ്സിൽ ഒരു മാറ്റം വരാനുള്ള കാരണം എന്തേ? ഉടനെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ജലസ്തു ഇലാ അബീ ഹുറൈറ സാഹിബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വഅൽ കേൾക്കാൻ വേണ്ടി അബൂ ഹുറൈറയുടെ സദസ്സിൽ ഞാൻ പോയി ഇരുന്നപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന ഉടനെ പറഞ്ഞ ഒരേ ഒരു വാക്ക്, അഹ്റജു അലാ കുല്ലി ഖാതിഇ റഹ്മിൻ ഇല്ലാ ഖാമ മിൻ ഇന്ദിനാ. ഈ സദസ്സിലിരിക്കുന്ന ആരെങ്കിലും കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ എഴുന്നേറ്റ്
എഴുന്നേറ്റ് പോകണേ, അവർ ഏറ്റവും വലിയ കുറ്റക്കാരായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ആ വാക്ക് കേട്ടപ്പോ എന്റെ മനോമുഖരത്തിന് തെളിഞ്ഞു വന്നത് മാതാവേ നിങ്ങളുടെ ചിത്രമാണ്. ഉടനെ ഞാൻ ഓർത്തുപോയി, പഠിച്ചവനെ, എന്റെ ഉപ്പാന്റെ സഹോദരിയുമായി വർഷങ്ങളായി ബന്ധമില്ല, ചങ്ങാത്തമില്ല, സംസാരമില്ല, മിണ്ടാട്ടമില്ല. അതുകൊണ്ട് ഞാൻ നാളെ ആഖിറത്തിൽ കുറ്റക്കാരനായി മാറും. അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ആ ബന്ധത്തിന് പരിഹാരം കാണണം. അങ്ങനെ ആ മാതാവുമായി ബന്ധം നിലനിർത്തിയെന്ന് ആ ചെറുപ്പക്കാരൻ ആ ഉമ്മയോട് പറഞ്ഞപ്പോ ആ സഹോദരി ചോദിക്കുകയാണ്, ചോദിക്കണേ സഹോദരാ, നീ പോയി അബൂ ഹുറൈറയോട് ചോദിക്കണേ, എന്തുകൊണ്ടാണ് മിണ്ടാത്തവരും സംസാരിക്കാത്തവരും ഇൽമിന്റെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ അബൂ ഹുറൈറ പറയാനുള്ള കാരണം എന്തേ? സദസ്സിലിരിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ എന്തുകൊണ്ട് പറഞ്ഞു? നീ പോയിട്ട് ചോദിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. അബൂ ഹുറൈറയോട് ചോദിക്കുകയാണ്, എന്തേ അബൂ ഹുറൈറ, മാലക ലിമലം യുജ്ലിസു ഖാതിഅ റഹിം, കുടുംബ ബന്ധം മുറിച്ചവനെ, പരസ്പരം കണ്ടാലും മിണ്ടാത്തവനെ, സലാം പറയാത്തവനെ എന്തുകൊണ്ടാണ് അവിടുത്തെ മജ്ലിസിൽ ഇരുത്താത്തതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറുപ്പക്കാരൻ ചോദിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അബൂ ഹുറൈറ മറുപടി പറയുകയാണ്, ഇന്നി സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നർ റഹ്മ ലാ തൻസിലു അലാ ഖൗം ഫീഹിം ഖാതിഉ റഹിം, അല്ലാഹുവിന്റെ കാരുണ്യം, അവന്റെ റഹ്മത്ത്, അവന്റെ ഉദാരത, അവന്റെ സന്തോഷം, അവന്റെ എല്ലാ നന്മകളും ഏതൊരു സദസ്സിൽ ഇറങ്ങണോ, ഏതൊരു മഹല്ലിൽ ഇറങ്ങണോ, ഏതൊരു ഭവനത്തിൽ ഇറങ്ങണോ, ഏതൊരു ഗ്രാമത്തിൽ ഇറങ്ങണോ, ഏതൊരു നാട്ടിൽ ഇറങ്ങണോ, ആ സദസ്സിലും നാട്ടിലും കുടുംബ ബന്ധം മുറിച്ചവൻ ഉണ്ടാകാൻ പാടില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങൂല. അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാത്തതിന്റെ കാരണം ആ മഹല്ലിൽ ബന്ധങ്ങൾ ഛിന്ന ഭിന്നമാക്കിയവരുണ്ട്. കുടുംബത്തിൽ ബർക്കത്തില്ല. ക്യാൻസർ വ്യാപിക്കുകയാണ്, ട്യൂമർ വ്യാപിക്കുകയാണ്, കിഡ്നിയുടെ രോഗം വ്യാപിക്കുകയാണ്, അറിയപ്പെടാത്ത രോഗങ്ങൾ വ്യാപിക്കുകയാണ്, ചികിത്സിച്ചിട്ട് മാറുന്നില്ല, പരിഹാരം കാണാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റഹ്മത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അല്പസമയം മുസ്ലിം ലോകമേ, നീ ഒന്ന് ഇരുന്ന് ചിന്തിക്കണേ, അല്ലാഹുവേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ ഒരുപാട് സദഖ ചെയ്യുന്നവനാണ്, ഞാൻ ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവനാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ മാരകമായ രോഗം? അല്പസമയം നീ ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. ഒന്നുകിൽ നിന്റെ സമ്പത്ത് ഹറാമിന്റെ സമ്പത്തായിരിക്കാം, അല്ലെങ്കിൽ നിന്റെ രക്തബന്ധുക്കളുമായുള്ള കുടുംബം നീ വിച്ഛേദിച്ചവനാകാം, അകന്ന ബന്ധുക്കളെ നീ കണ്ടിട്ട് വർഷങ്ങളായി, അടുത്ത ബന്ധുക്കളെ കണ്ടിട്ട് വർഷങ്ങളായി, അവരുമായുള്ള ബന്ധം നീ മുറിച്ചു മാറ്റിയാൽ അല്ലാഹുവിന്റെ റഹ്മത്ത് നിന്നിലേക്ക് ഇറങ്ങുന്നത് അത് തടയപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അങ്ങനെയാണ് ബർക്കത്ത് കിട്ടാത്തത്. فهل عسيتم إن توليتم أن تفسدوا في الأرض وتقطعوا أرحامكم أولئك الذين لعنهم الله أولئك الذين لعنهم الله فأصمهم وأعمى أبصارهم. എത്ര വലിയ ഗൗരവത്തോടാണ് അല്ലാഹു പറഞ്ഞത്. ശാപത്തിന്റെ വാക്കാണ് അല്ലാഹു പറഞ്ഞത്. അവർ ശപിക്കപ്പെട്ടവരാണ്, അല്ലാഹു പറഞ്ഞ വാക്കാണ്. അവർ ശപിക്കപ്പെട്ടവരാണ്, അവർ മൂഢരാണ്, അവർ ബധിരരാണ്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ ആരെങ്കിലും കുടുംബക്കാരെ കണ്ടിട്ട് മിണ്ടാത്തവരുണ്ടോ, ചൊടിയുള്ളവരുണ്ടോ? അല്ലാഹു അവരെ കുറിച്ചാണ് പറയുന്നത്. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്,
അല്ലാഹുവിന്റെ ശാപം അവരുടെ മേലിറങ്ങുകയാണ്. പിന്നെ എവിടെയാണ് റഹ്മത്ത് കിട്ടുക? എങ്ങനെ കടം മാറും? എങ്ങനെ വീട് വെക്കാൻ കഴിയും? എങ്ങനെ രോഗം മാറും? എങ്ങനെ നമ്മുടെ മക്കൾ നന്നാവും? ഇല്ല മക്കളെ, ഇല്ല മക്കളെ, പ്രതീക്ഷിക്കേണ്ടതില്ല. അള്ളാന്റെ വാക്കാണ്, അള്ളാഹ് പറഞ്ഞ വാക്കാണ്. ഉലൈകല്ലദീന ലഅനഹുമുല്ലാഹ്, അവരുടെ മേൽ അള്ളാന്റെ ശാപമാണ്, അള്ളാന്റെ കോപമാണ്. ഫഅസമ്മഹും വഅമാ അബ്സാറഹും, അവർ മൂകരാണ്, അവർ ബധിരരാണ്. ഇതിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാര് പറയുന്നു, മൻ ഖതഅ കാരിബഹുൽ വഫാ വഹജറഹും വതകബ്ബറ അലൈഹിം വലം യസിൽഹും ബിബിർരിഹി വഇഹ്സാനിഹി ഫഹുവ ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയാ മഹ്റൂമുൻ അൻ ദുഖൂലിൽ ജന്നാ. ആരെങ്കിലും തന്റെ അകന്ന ബന്ധുവാകട്ടെ അടുത്ത ബന്ധുവാകട്ടെ ആ രക്തബന്ധുക്കളെ മുറിച്ചു മാറ്റുന്നവരാരാണോ, വഹജറഹും, അവരുമായി വിട്ടു നിൽക്കുകയാണ്, വതകബ്ബുറ അലൈഹിം, അവരെ കണ്ടാൽ ധാർഷ്ട്യമാണ്, അവരെ കണ്ടാൽ അഹങ്കാരമാണ്, അവരെ കണ്ടാൽ കിബറാണ്. വലം യസിൽഹും ബിബിർരിഹി വഇഹ്സാനിഹി, അവരുടെ പുറയിലേക്ക് പോവുകയില്ല. കല്യാണത്തിന് മംഗലത്തിന് വിളിച്ചാൽ പോവൂല, ഹൗസ് വാമിങ്ങിന് വിളിച്ചാൽ പോവൂല. കുടുംബത്തിൽ എന്തെങ്കിലും വലിയ ആഘോഷങ്ങളോ ഏതെങ്കിലും മജ്‌ലിസുകളോ ഉണ്ടായാൽ ഈ കുടുംബക്കാരനെ വിളിച്ചാൽ ആ ക്ഷണം സ്വീകരിക്കുകയില്ല. അങ്ങനെ അഹങ്കാരത്തോടെ ധാർഷ്ട്യത്തോടെ നടക്കുന്ന വ്യക്തികൾ ആരാണോ, മഹ്റൂമുൻ അൻ ദുഖൂലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. വഹുവ ദാഖിലുൻ ഫീ ഹാദിഹിൽ ആയ, അല്ലാഹു ശപിക്കപ്പെട്ടവരെന്ന ഏതൊരു ആയത്ത് കൊണ്ട് അല്ലാഹു ലോകത്തോട് അറിയിച്ചിട്ടുണ്ടോ ആ ആയത്തിൽ അവരും അർഹരാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ. ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു തരികയാണ്, നമ്മൾ വലിയ വാശി, വൈരാഗ്യം, ഗർവ്, പ്രൗഢി മുണ്ടൂല. ഓനെ കൊണ്ട് നമ്മൾ മുണ്ടൂല. അവൻ ഇങ്ങോട്ട് പറഞ്ഞു, അവൻ ഇങ്ങോട്ട് വന്നാൽ ഞാൻ അവനടുത്ത് മിണ്ടാം. ഞാൻ എന്തിനാ അങ്ങോട്ട് പോയിട്ട് മുണ്ടണം? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലൈസൽ വാസിലു ബിൽ മുകാഫി, പകരത്തിന് പകരം മുണ്ടുന്നവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ഇങ്ങോട്ട് വരട്ടെ, ഓൻ ഇങ്ങോട്ട് വന്നിട്ട് മുണ്ടട്ടെ, ഓൻ എനിക്ക് ഇങ്ങോട്ട് സലാം പറയട്ടെ, എന്നാലും ഞാൻ അവൻ അങ്ങോട്ട് സലാം പറയാം. റസൂൽ പറഞ്ഞു, അവനല്ല കുടുംബ ബന്ധം ചേർക്കുന്നവൻ. ലൈസൽ വാസിലു ബിൽ മുകാഫി വലാകിൻ അൽ വാസിലു, പിന്നെ ആരാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ? ഇദാ ഖുതിഅത് റഹ്മുഹു വസലഹാ, കുടുംബ ബന്ധം മുറിച്ചു മാറ്റപ്പെട്ടാൽ ഇങ്ങോട്ട് വരുന്നത് നോക്കാതെ അങ്ങോട്ട് പോയിട്ട് സലാം പറയണേ, അവൻ തന്നെയാണ് മികച്ചവനും ശ്രേഷ്ഠനുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. സംഭവം പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? കുടുംബ ബന്ധം ആരാണ് ചേർക്കേണ്ടത്? നമ്മൾ അങ്ങോട്ട് പോയിട്ട് മുണ്ടണം. ഇങ്ങോട്ട് പോകുമ്പോൾ മുണ്ടട്ടെ, നോക്കി നിൽക്കാൻ പാടില്ല, അങ്ങോട്ടേക്ക് പോകണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അങ്ങനെ മിണ്ടാത്തവനാരാണ്? ശപിക്കപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട അലി ഇബ്നു ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, തന്റെ മക്കളെ വിളിച്ചിട്ട്, മക്കളെ ലാ തസ്ഹബന്ന ഖാതിയ റഹിം, കുടുംബ ബന്ധം മുറിച്ചു നടക്കുന്നവരുമായി ചങ്ങാത്തം സ്ഥാപിക്കരുത്. ഫഇന്നി വജദ്തു ഫീ കിതാബില്ലാഹി മൽഊനൻ ഫീ സലാസതി മവാദിഅ, അവർ ശപിക്കപ്പെട്ടവരാണെന്ന് പരിശുദ്ധ ഖുർആനിൽ 3 സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുകയാണ്, കുടുംബ ബന്ധം മുറിച്ചവരുമായി നിങ്ങൾ ചങ്ങാത്തം അരുതേ. കുടുംബക്കാരെ കണ്ടാൽ സലാം പറയണമെന്നും മിണ്ടണമെന്നും പറയുമ്പോ മുണ്ടല്ല ഓലോട് മുണ്ടാനേ പാടില്ല എന്ന് അതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുന്നവരുമായിട്ട് സഹകരിക്കാൻ പാടില്ല. കുടുംബ ബന്ധത്തെ ചാർച്ച അടുപ്പിക്കുന്നവനോട് സഹകരിക്കണം. അത് അങ്ങോട്ട് മുണ്ടരുത്, അവൻ നല്ലവനല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തന്റെ മക്കളെ പിടിച്ചു നിർത്തൂലേ. എന്റെ കൊച്ചാപ്പാടെ പുരയ്ക്ക് നീ പോകരുത്, എന്റെ കാരണവരുടെ പുരയ്ക്ക് നീ പോകരുത്, എന്റെ മൂത്താപ്പാന്റെ പുരയ്ക്ക് നീ പോകരുത്, എന്റെ അളിയന്റെ പുരയ്ക്ക് നീ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ കുട്ടികളെ ഒളിപ്പിച്ചു വെക്കുന്നവർ, പിടിച്ചു വെക്കുന്നവർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ പേരക്കുട്ടി പറയുകയാണ്, ലാ തസ്ഹബന്ന, തീർച്ചയായും അവരുമായി ഒരു ചങ്ങാത്തവും നീ സ്ഥാപിക്കരുത്. കുടുംബ
കുടുംബ ബന്ധം ചേർക്കണം. അത് ചേർക്കുന്നതിന് തടസ്സം നിൽക്കുന്നവനുമായിട്ട് നിങ്ങൾ ഒരു കൂട്ടും വേണ്ട, അവരുമായിട്ടുള്ള ബന്ധം വേണ്ട. കാരണം എന്താണ്? അവരെ ശപിക്കപ്പെട്ടവരായി ഞാൻ പരിശുദ്ധ ഖുർആനിൽ കണ്ടു 3 സ്ഥലത്ത്. أولئك الذين لعنهم الله أولئك لهم خاسرون أولئك لهم اللعنة ولهم سوء الدار أولئك هم الخاسرون والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. കൂടുതൽ ബന്ധങ്ങൾ അടുപ്പിക്കാനും ബന്ധങ്ങളെ കോർത്തിണക്കാനും ചാർച്ചയെ അടുപ്പിക്കാനും പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രഖ്യാപിക്കുമ്പോ അതിൽ നിന്നാരാണോ വിട്ടുനിൽക്കുന്നത് അവർ ശപിക്കപ്പെട്ടവരാണ്, അവർക്ക് നാശമേറിയ നരകത്തിന്റെ ഭവനമാണ്. സൂറത്തുർ റഅദ്. ഈ സൂറത്താണ് നമ്മൾ ഒരാൾ മരിക്കുന്ന സമയത്ത് ഓതി കൊടുക്കേണ്ടത്. എന്തിന്? നല്ല പെട്ടെന്ന് റൂഹ് ആത്മാവ് ഈമാനോടുകൂടി പോകാൻ സൂറത്തുർ റഅദ് ഓതി കൊടുക്കണം. ഈമാനോടുകൂടി റാഹത്താണ് അദ്ദേഹത്തിന്റെ റൂഹ്, ആത്മാവ് പിടച്ചു പോകാതെ നല്ല രീതിയിൽ ഓതിക്കൊടുത്ത് ആ റൂഹ് റാഹത്തായിട്ട് പോകാൻ വേണ്ടി ഓതുന്ന ആയത്താണിത്, സൂറത്താണ്. ഈ സൂറത്തിലാണ് അല്ലാഹു തആല കുടുംബ ബന്ധം മുറിച്ചവൻ ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞത്. അപ്പൊ ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് എന്തായിരിക്കണം? നല്ല അവസ്ഥയിലായിരിക്കണം. മരിച്ചു പോകുമ്പോ മുണ്ടാണ്ട് മരിച്ചു പോയാൽ അവന്റെ ആഖിബത്ത് മോശമാവും, നന്നാവൂല. മുണ്ടാത്ത ആളിങ്ങനെ മരിച്ച് ചിരിച്ചു കിടക്കും. അപ്പൊ എല്ലാരും പറയും ഓന് മുണ്ടിയില്ലെങ്കിൽ എന്താ? അപ്പൊ ഓൻ കിടക്കുന്ന നീ കണ്ടിന ചിരിച്ചങ്ങനെ കിടക്കുന്ന കണ്ടു. ഓൻ ചിരിക്കല്ല അബിവേ, ഓന്റെ പിന്നാലെ മലക്കൾ കുത്തിയപ്പോ ഇങ്ങനെ വേദന കൊണ്ട് എളിച്ചു പോയതാണ്. അതിൽ നമ്മൾ ചിരിച്ചു എന്ന് കരുതി. വേദന കൊണ്ടിട്ട് ഓൻ ഇങ്ങനെ വിളിച്ചിട്ട് പോയി. നരകം അവന്റെ മുഖം നക്കിത്തുടയ്ക്കും. നരകം അവന്റെ മുഖം നക്കിത്തുടയ്ക്കും. കുടുംബ ബന്ധം മുറിച്ചവൻ റാഹത്തായിട്ട് മരിച്ചു പോകൂല. പരിശുദ്ധ ഖുർആനല്ലേ ഇത്? ഖുർആനെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും പറയാൻ കഴിയോ? അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കല്ലേ? അതുകൊണ്ട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിലൂ അർഹാമകും വലൗ ബിസ്സലാം. ഒരു സലാമെങ്കിലും പറഞ്ഞ് നിങ്ങളുടെ ബന്ധങ്ങൾ കൂട്ടിയിണക്കണേ നബിയുനാ റസൂലുള്ളാഹി. എന്തേ നബി നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ കുറച്ച് പുലൂസ് കൊടുത്തിട്ട് ബന്ധങ്ങൾ കൂട്ടിയിണക്കണം എന്നല്ല പറഞ്ഞത്. കാരണം പുലൂസ് കൊടുത്ത് ബന്ധങ്ങൾ ചേർക്കൂലെന്ന് അല്ലാഹുവിന്റെ റസൂലിന് അറിയാം. ഓന് വസ്തു കൊടുക്കണോ, ഓന് സ്ഥലം കൊടുക്കണോ, അത് കൊണ്ടല്ലേ നമ്മൾ ഈ ബന്ധങ്ങൾ മുറിച്ചു മാറ്റുന്നത്. നിങ്ങളിന് വസ്തുവും സ്ഥലവും ജാഗയൊന്നും കൊടുത്തില്ലെങ്കിൽ ഒരു സലാം പറഞ്ഞൂടെ? കാണുമ്പോ അസ്സലാമു അലൈക്കും തന്നെ ഒരു സലാം പറഞ്ഞൂടെ? അമ്മച്ച റാഹത്ത് തന്നെ, അമ്മച്ച റാഹത്ത് തന്നെ, സലാം അലൈക്കും പറഞ്ഞു സലാം പറഞ്ഞൂടെ? വർഷങ്ങൾ എത്രയായി മുണ്ടിട്ട് കണ്ടിട്ട്? വർഷങ്ങൾ എത്രയായി? നിങ്ങളുടെ പെങ്ങളുടെ അടുത്ത് മുണ്ടിട്ട് എത്ര വർഷങ്ങളായി? നിങ്ങളെ അമ്മോഷന്റെ അടുത്ത് മുണ്ടിട്ട്, അമ്മായി അടുത്ത് മുണ്ടിട്ട് എത്ര വർഷങ്ങളായി? പോയിട്ട് സലാം പറയണ്ടേ? കുടുംബക്കാരെ കണ്ട് സലാം പറയാം. നമ്മൾ തൊപ്പിയും വെച്ചിട്ട് താടിയും വെച്ചിട്ട് 5 നേരം നിസ്കരിക്കാൻ പള്ളിയുടെ മെഹ്റാബിന്റെ അപ്പുറത്ത് കയറിയ നിസ്കാരം ഭയങ്കര തഖ്വയോടുകൂടി. എന്നിട്ട് കുടുംബക്കാരനെ കണ്ടാ മുണ്ടൂല. എന്ത് നിസ്കാരം? മാഫി ഫായിദ. ശപിക്കപ്പെട്ടവൻ. അല്ലാഹു പറഞ്ഞ വാക്കാ, അബൂബക്കറിന്റെ വാക്കല്ല ഇത്. എന്ത് നിസ്കാരം? എത്ര ഹജ്ജ് ചെയ്തിട്ട് എന്ത് ഫായിദ? ഒരു അമൽ സ്വീകരിക്കൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തുഅറദുൽ അമാലു അലല്ലാഹി ഫീ കുല്ലി ജുമുഅ. എല്ലാ ആഴ്ചയിലും അല്ലാഹുവിന്റെ ദർബാറിൽ നമ്മുടെ ഏടുകളെ പ്രദർശിപ്പിക്കപ്പെടുമത്രേ. യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. തിങ്കളാഴ്ച ദിവസം, വ്യാഴാഴ്ച ദിവസം. തിങ്കളും വ്യാഴവും ദിവസങ്ങളിൽ അള്ളാന്റെ കോടതിയിൽ നമ്മുടെ ഏടുകൾ കാണിച്ചു കൊടുക്കും. മലക്കുകൾ പോയിട്ട്, അല്ലാ ഇത് ഔക്കറിച്ചാന്റെ ഏടാണ്, അല്ലാ ഇത് അമ്മുച്ചാന്റെ ഏടാണ്, അല്ലാ ഇത് ഇന്ന വ്യക്തിയുടെ ഏടാണ്. ഓരോ സത്യവിശ്വാസികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും.
നോക്കുമ്പോ ഇങ്ങനെ തുറന്നോർന്ന് ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോ കുഴപ്പമില്ല. ചെറിയ 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 തെറ്റ്, ചെറിയ ചെറിയ കുറ്റങ്ങൾ, അതൊക്കെ അള്ളാഹ് അങ്ങോട്ട് മാപ്പാക്കും. ഇങ്ങനെ പേജ് മറിക്കുമ്പോ കാണാപ്പാ ഒരു ഭയങ്കര ചുവന്ന വര കാണാം. എന്തപ്പാ അത്? തന്റെ കുടുംബക്കാരിൽ അകന്ന കാഞ്ഞങ്ങാട്ടുള്ള റെയിൽവേ സ്റ്റേഷനടുത്ത് താമസിക്കുന്ന ഒരു അമ്മായി ഉണ്ട്. അവരുമായിട്ട് മിണ്ടിയിട്ട് ചോറുമായിട്ട് മിണ്ടിയിട്ട് വർഷങ്ങളായിട്ട് മിണ്ടാതെ നടക്കാണ്. ആ ഒരു രംഗം ഇവിടെ എഴുതിയിട്ടുണ്ട്. അല്ലാഹു തആല പറയും, അവരുടെ രണ്ടുപേരുടെ ഫയലുകൾ വലിച്ചെറിയണേ. ആ ഫയലുകൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. ആ ഫയലുകൾ എന്റെ മുന്നിൽ കാണിക്കേണ്ടതില്ല. അവർ രണ്ടുപേരും സലാം കൊടുക്കട്ടെ, രണ്ടുപേരും സലാം പറയട്ടെ, കൈ കൊടുക്കട്ടെ. അവരുടെ നമസ്കാരം എനിക്ക് വേണ്ട, അവരുടെ നോമ്പ് എനിക്ക് വേണ്ട, അവരുടെ സക്കാത്തോ ഉംറയോ ഹജ്ജോ സിയാറത്തോ ഒന്നും എനിക്ക് വേണ്ട, അവരുടെ വറലുകൾ വേണ്ട, അവരുടെ സ്വലാത്ത് ദിക്റുകൾ ഇസ്തിഗ്ഫാർ ഒന്നും എനിക്ക് വേണ്ട. കാരണം അവരെ പരസ്പരം കണ്ടിട്ട് മിണ്ടിയിട്ട് വർഷങ്ങളായി, സലാം പറഞ്ഞിട്ട് വർഷങ്ങളായി, പുഞ്ചിരിച്ചിട്ട് വർഷങ്ങളായി, കൈകൊടുത്തിട്ട് വർഷങ്ങളായി. അതുകൊണ്ട് മലക്കുകളെ അവരുടെ ഫയലുകൾ നിങ്ങൾ വലിച്ചെറിയണേ, വലിച്ചെറിയണേ. അവർ രണ്ടുപേരും സലാം പറയുന്നത് വരെ, അതുവരെ അവരുടെ ഫയലുകൾ കൊണ്ടുവരേണ്ടതില്ല എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നമ്മുടെ നിസ്കാരം സ്വീകരിക്കൂല, ഇബാദത്ത് സ്വീകരിക്കൂല, ഒന്നും സ്വീകരിക്കൂല, ഒന്നും സ്വീകരിക്കൂല. എത്ര നിസ്കരിച്ചാലും ശരി, നിസ്കരിച്ചാലും സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. തട്ടിക്കളയാൻ പറ്റുമോ നിങ്ങൾക്ക്? എന്തിനെ കുടുംബബന്ധം മുറിച്ചിട്ട് ആരോട് അയൽവക്ക ബന്ധം, കുടുംബ ബന്ധം, ഇതൊക്കെ താറുമാറായി നമ്മുടെ സമുദായം നരകത്തിന്റെ കുണ്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വേറെ ചർച്ചകളാണ് നടത്തുക. നമ്മുടെ സ്വന്തം കുടുംബത്തിന്റെ കാര്യം നോക്കാതെ മറ്റുള്ളവന്റെ ഒക്കെ പനായും പിത്തനായും ഓന്റെ ഇറച്ചിയും തിന്നിട്ട് നടക്കാണ്. നമ്മുടെ കുടുംബത്തിന്റെ കാര്യം ആദ്യം നോക്ക്. നിന്റെ കുടുംബക്കാരനെ കണ്ടിട്ട് മുണ്ട്, സലാം പറ. എത്ര വർഷങ്ങളായി മുണ്ടിയിട്ട് സലാം പറയാത്ത അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കല്ലേ? നിനക്ക് സ്വർഗത്തിൽ പോകണ്ടേ? എന്തിനാണ് ഈ നിസ്കാരം? എന്തിനാണ് ഈ ഇബാദത്ത്? നമ്മുടെ ഈ നമസ്കാരവും ഇബാദത്തുകളും ദിക്റുകളും ദുആകളും സലാത്തിന്റെ മജ്ലിസുകളും ഈ മജ്ലിസുൻ നൂറും എല്ലാം നമുക്ക് നാളെ അല്ലാഹുവിന്റെ തൃപ്തി കിട്ടണം, സ്വർഗത്തിലെത്തണം. ഇതിനു വേണ്ടിയിട്ടാണ്. പക്ഷെ മുണ്ടാണ്ടിരുന്നിട്ട് നമ്മളോട് മജ്ലിസുൻ നൂർ നടത്തിയിട്ട് എന്ത് ഫായിദ? മുണ്ടാണ്ടിരുന്നിട്ട് മജ്ലിസുൻ നൂർ നടത്താ എന്താ ഫായിദ? കണ്ടാലും മിണ്ടില്ല. ഒരുത്തൻ ആ മുറിയിൽ, ഒരുത്തൻ ഈ മുറിയിൽ. എന്നിട്ട് നല്ല ബിരിയാണി, നെയ്ച്ചോറും പോത്തിറച്ചിയെല്ലാം തിന്നിട്ട് പോകും. അസ്സലാമു അലൈക്കും, കൈ തട്ടി ഓം വല്ലയുടെ മജ്ലിസുൻ നൂർ, ഓം വല്ല ദിക്ർ ഹൽക്ക, സലാത്ത് ഹൽക്ക, ഇസ്തിഗ്ഫാറിന്റെ ഹൽക്ക. ഈ ഹൽക്കയെല്ലാം വല്ല ഫായിദ ഉണ്ടോ? ഉംറയ്ക്ക് പോകുന്നു, വല്ല ഫായിദ ഉണ്ടോ? പൊരുത്തം വാങ്ങ്, പൊരുത്തം വാങ്ങ്, പോയി ചോദിക്ക്, സലാം പറ, കൈ കൊടുക്ക്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആന യുബദിഉ മൻ ലഖിയഹു ബിസ്സലാം. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ആരെ ആദ്യം കണ്ടാലും സലാം പറയുമായിരുന്നു. വകാന യുബദിഉ മൻ ലഖിയഹു ബിസ്സലാം. അല്ലാഹുവിന്റെ റസൂൽ ആരെ ആദ്യം കണ്ടാലും ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് പോയി സലാം പറയുമായിരുന്നു. വയുബദിഉ ബിൽ മുസാഫഹ, കൈ കൊടുക്കുമായിരുന്നു. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അങ്ങോട്ട് കൈ കൊടുക്കുമായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആർക്കെങ്കിലും കൈ കൊടുത്താൽ അല്ലാഹുവിന്റെ റസൂൽ ആ കൈ പെട്ടെന്ന് വലിക്കുമായിരുന്നില്ല. ഹത്താ മാ അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹത്താ യുർസിലൽ ആഖിറ. അല്ലാഹുവിന്റെ റസൂലിന് ആരാണോ മുസാഫഹത്ത് ചെയ്തത്, അല്ലാഹുവിന്റെ റസൂലിന് ആരാണോ കൈ കൊടുത്തത്, ആ വ്യക്തി കൈ വലിക്കുന്നത് വരെ, കൈ എടുക്കുന്നത് വരെ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ കൈ വലിക്കുമായിരുന്നില്ല, കൈ എടുക്കുമായിരുന്നില്ല. അങ്ങനെ തന്നെ വെച്ചു കൊടുക്കും. പിടിച്ചോ, പിടിച്ചോ,